ഇവിടെ വേറൊരു മതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് ഹിന്ദുമതത്തെ ആ താപ്പാനകളുടെ റോളിൽ ഇവിടെ നിൽക്കാൻ കഴിയുന്നത്, കുങ്കിയാനകളായിട്ട് ഇവിടെ നിൽക്കാൻ കഴിയുക ഈ ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അത് ആ രീതിയിൽ പരുവപ്പെടുന്ന ഒരു സമൂഹമാണ് എന്നതുകൊണ്ടാണ്. അതൊന്ന്. ഇനി അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള വിഷയങ്ങളിൽ, മറ്റുള്ള മതങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനുള്ള അവസരമായിട്ട് മാറും. ഇനി ഇതിൻ്റെ ആ ഒരു കളത്തിലേക്ക് കൊണ്ടുവരുന്ന പണി അതാരാണ് ചെയ്യുന്നത്? ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അന്തിമമായിട്ടുള്ള ഇതിൻ്റെ ആ കർമ്മം നിർവഹിക്കുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളിലൂടെ ആയിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെയൊക്കെ ഈ ഒരു ആക്ടിവിറ്റിയുടെ ഒരു അൾട്ടിമേറ്റ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്, എങ്ങനെയാണോ ഹിന്ദുമതത്തെ സിനിമകളിലൂടെ ഇവിടെ പിച്ച് ചീന്തിയിട്ടുള്ളത്, എങ്ങനെയാണോ ക്രിസ്ത്യാനിറ്റിയെ ട്രാൻസ് പോലുള്ള മൂവികളിലൂടെയൊക്കെ ഇവിടെ പിച്ച് ചീന്തിയിട്ടുള്ളത്, അതേപോലെ ഇസ്ലാമിനെയും അതിൻ്റെ വിഷയങ്ങളെയും ഒരാളെയും ഭയക്കാതെ, ഒരാളുടെയും കയ്യോ തലയോ പോകുമെന്ന് ഭയക്കാതെ, ഈ ഓഫീസിലേക്ക് ബോംബ് എറിയുമെന്ന പേടിയില്ലാതെ, മാതൃഭൂമിയുടെ ഓഫീസ് കത്തിച്ചതുപോലെയുള്ള ഒരു കത്തിക്കൽ ഇനി ഉണ്ടാവുമെന്നുള്ള പേടിയില്ലാതെ, കയ്യോ കാലോ വലതും ഇടതും വെട്ടി മാറ്റപ്പെടുന്നുള്ള ഒരു ഭയമില്ലാതെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് വരും. ആ കാലമാണ് ഇതിൻ്റെ ആ ഒരു അവസാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ രോഗിയെ, യഥാർത്ഥ നാഗവല്ലിയെ നമുക്ക് ഇവിടെ തളയ്ക്കാൻ പറ്റും. അപ്പോൾ അതുവരേക്കും തൽക്കാലം നമ്മൾ ഈ ശ്രീദേവിയുടെ റോളിലുള്ള ഈ ഹിന്ദു മതത്തെ നമ്മൾ തൽക്കാലം ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അതിനുള്ള ഒരു സഹിഷ്ണുത, നിങ്ങളിത് വലിയ ഹെയ്റ്റിലേക്ക് കൊണ്ടെത്തിക്കാതെ ആർ വി ബാബുവിനെ പോലുള്ള ആളുകൾ ഒന്ന് ഇതിനകത്ത് ഉറച്ചു നിന്നാൽ, ഇത് നിങ്ങൾ കണക്ക് വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളോട് കണക്ക് വെക്കാനുള്ള ഒരു ചോദ്യമാക്കിയിട്ട് നിങ്ങൾക്ക് അത് വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഇതൊരു ഈ അമ്പലത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലരാകുന്നത് പോലെ മദ്രസകളിൽ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വ്യാകുലരാകൂ എന്ന ചോദ്യം ഉന്നയിക്കാൻ ഇവിടെ സാധിക്കുന്നത് അപ്പോഴാണ്. അതിനുള്ള വഴിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ കാണുന്നത്. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഹാഷിമിനെ പോലുള്ള ആളുകൾ മദ്രസ പീഡനങ്ങളെ കുറിച്ചിട്ട് ശബ്ദം ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ, വളരെ ഭംഗിയായിട്ട് പറഞ്ഞതുപോലെ, ഈ മദ്രസയിലെ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, അവിടെ നടക്കുന്ന പീഡനങ്ങൾ അവസാനിക്കട്ടെ, അതുപോലെ ഈ സുന്നത്ത് കർമ്മം നടത്തി കുട്ടികൾ ചാവുന്നു, അതിനെതിരെ നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ഇതൊക്കെയാണ് നിങ്ങളും കൂടി ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇത് ശരിയാവുക. ജിഹാദിന് വേണ്ടിയിട്ട് പുറപ്പെടുന്ന ആളുകൾക്കെതിരെ അതിനെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ ശബ്ദമായിട്ട് മാറണം. അത് നിങ്ങൾക്ക് സാധിക്കണം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.